ഹായ്, ഞാൻ ഷീമ. ഇത് 2-3 ദിവസത്തെ വീഡിയോ ഒന്നിച്ചിട്ടേക്കണേ കേട്ടോ. ഏതൊക്കെ ദിവസത്തേന്ന് പോലും എനിക്കറിയാൻ പറ്റാത്ത പോലെ ഇരിക്കുന്നുണ്ട്. കാരണം ഒരു 2-3 ദിവസം ഒരു മുടക്ക് വന്നപ്പോൾ അതൊന്ന് പെൻഡിങ് ആയിട്ടുണ്ട്. അപ്പോൾ ശനിയാഴ്ച ഇത് ഗപ്പിക്ക് ഞാൻ ഫുഡ് കൊടുത്താണ്. അത് കഴിഞ്ഞൊക്കെ ചെടിയൊക്കെ നനയ്ക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഫുഡ് കൊടുക്കും. ഇപ്രാവശ്യം ഫുഡൊക്കെ മാറ്റി കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും നല്ല ആക്റ്റീവായിട്ടുണ്ട്. നല്ല ഫുഡാണെന്ന് തോന്നുന്നു ഇപ്രാവശ്യം വാങ്ങിയത്. അങ്ങനെ ലക്ഷ്മിയമ്മ എനിക്ക് തലേ ദിവസം ഒരു ചക്ക തന്നിട്ടുണ്ടായി. വ്യാഴാഴ്ച വൈകുന്നേരം തന്നതാണ്. വെള്ളിയാഴ്ച എനിക്ക് വെക്കാൻ സമയം ഉണ്ടായില്ല. ഇത് ശനിയാഴ്ചയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ വറുത്തു. പിള്ളേർക്ക് വറുത്തൊക്കെ കൊടുത്തു. പണ്ട് അമ്മച്ചിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ ചക്കമരം അവിടെ ഉണ്ട്, കടച്ചക്കമരം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് വറുത്തൊക്കെ ആൻറ്റി വറുത്തൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് പിള്ളേർക്കും ചെയ്ത് കൊടുക്കാമെന്ന്. അപ്പോൾ എൻ്റെ കത്രിക മുറിച്ച് വെക്കുന്ന ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മുറിച്ചൊക്കെ വെപ്പിച്ചെടുത്തു. അപ്പോൾ കടയിൽ നിന്ന് ഇതെനിക്ക് തോന്നുന്നു വ്യാഴാഴ്ച എടുത്ത വീഡിയോ കേട്ടോ ഇത്, ഡ്രസ്സിൻ്റെ. അങ്ങനെ കടയിൽ പോയി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നപ്പോൾ സ്കോട്ട്ലൻഡിനെ കാണിക്കുന്ന ഒരു സന്തോഷമുണ്ട്. പിള്ളേരെയൊക്കെ എല്ലാം കൊണ്ടൊന്ന് കാണിച്ച് കഴിഞ്ഞാൽ അവർ ഓക്കെ പറയുമ്പോൾ ഞാനെടുത്ത സെലക്ഷൻ നല്ലതാണെന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പാറ്റേൺ മാത്രമേ ഉള്ളൂ കേട്ടോ. അത് ആ ഒരു കളറും മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. പിന്നെ ബാക്കി വരുന്നതിൻ്റെ ഡബിൾ കളറാണ് വരുന്നത്. അതായത് ഒരു ബ്ലൂവും പീച്ചും ആയിട്ടുള്ള കളറാണ് വരുന്നത്. 3/4 വരുന്നത്. നൈറ്റ് ഡ്രസ്സായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. എനിക്ക് അവിടെ കുറച്ചധികം ഹോസ്റ്റൽ കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ മെറ്റീരിയലും കൂടി കടയിൽ ഇടാറുണ്ട്. എൻ്റെയൊക്കെ ഷോപ്പൊന്നും ചെറിയൊരു ഷോപ്പാണ് കേട്ടോ. അത്ര വലിയ കടയൊന്നുമല്ല. എൻ്റെ സൗകര്യത്തിന് പോയി തുറക്കുക, സ്റ്റിച്ച് ചെയ്യുക, തിരിച്ചു പോരുക, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിൽ ഞാൻ നടത്തിക്കൊണ്ട് പോകുന്നതാണ്. പിന്നെ വീഡിയോയും എഡിറ്റിങ്ങും എല്ലാം കൂടിയൊക്കെ ആകുമ്പോൾ നമുക്ക് സമയം കിട്ടണ്ട എല്ലാം കൂടി ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ സ്കോട്ട്ലൻഡിലേക്ക് കാണിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു സംതൃപ്തിയാണ്. പിന്നെ ഇവിടെ വന്നിട്ട് പിടിച്ചൊക്കെ നോക്കുമ്പോഴാണല്ലോ നമുക്ക് ഡാമേജ് ഉണ്ടോ എന്താണെന്നൊക്കെ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീട്ടിലേക്ക് എടുത്തിട്ട് വരുന്നത്. പിന്നെ എന്താ പറയുക, പിന്നെ നൈറ്റിയുടെ പീസും കൂടി കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സ്കോട്ടിക്ക് കാണുമ്പോഴാണ് ഒരു പ്രത്യേകത. എനിക്ക് അവൻ പറയും കറക്റ്റാണോ നല്ലതാണോ എന്താണ്. ഇതിൻ്റെ ലെങ്ത്ത് വന്നത് 3/4 കേട്ടോ വരുന്നത്. നമുക്ക് വീട്ടിലിടാനൊക്കെ നല്ല കംഫർട്ടബിളാണ്. നൈറ്റ് ഡ്രസ്സായിട്ടൊക്കെ യൂസ് ചെയ്യാൻ നല്ലതാണ്. അങ്ങനെ പിന്നെ നൈറ്റിയുടെ പീസൊക്കെ കൊണ്ടുവന്നു. സ്കോട്ട്ലൻഡ് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, മമ്മി ഈ പ്രാവശ്യം നല്ല കളേഴ്സൊക്കെയാണ് എടുത്തേക്കണം, നല്ല ഭംഗിയുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ചിലത് നമ്മൾ കാണുമ്പോൾ ഭംഗിയുണ്ടാവും, തയ്ച്ച് ചെയ്യുമ്പോൾ ഭംഗിയുണ്ടാവില്ല. ചിലത് പൊട്ട കളറായിരിക്കും. അപ്പോൾ അത് ഞാൻ ഏറ്റവും ലാസ്റ്റ് കഴിയുമ്പോൾ തയ്ച്ചിട്ട് കഴിയുമ്പോൾ എല്ലാവരും പറയും നല്ല ഭംഗിയുണ്ടെന്ന് പറയും. അപ്പോൾ അത് ഓരോ തുണിയുടെ പ്രത്യേകതയാണ്, കളറിൻ്റെ പ്രത്യേകതയാണ്. അങ്ങനെ പിന്നെ 3-4 പീസൊക്കെ ഞാൻ ലൈറ്റ്, അതായത് പ്ലെയിൻ ആയിട്ടുള്ള കളേഴ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാകുമ്പോൾ എനിക്ക് പീസൊക്കെ വെച്ചടിക്കാൻ എനിക്കിഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടും കുറച്ച് പീസുകളൊക്കെ അങ്ങനെയും എടുത്തിട്ടുണ്ടായിരുന്നു. സുംസം പറഞ്ഞു എല്ലാം റെഡാണല്ലോ എടുത്തേക്കണേന്ന്. ഞാൻ പറഞ്ഞു അല്ലല്ലോ, വ്യത്യാസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇതെല്ലാം കാണിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെ അതെല്ലാം ചായച്ച് റെഡിയാക്കി വെച്ചു. കട്ട് ചെയ്യുന്നത് ഞാൻ എപ്പോഴും വീട്ടിലായിരിക്കുള്ളൂ നൈറ്റിയുടെ പീസുകളൊക്കെ. അപ്പോൾ അങ്ങനെ അതെല്ലാം ഇനി കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കണം. പിന്നെ വേറെന്താ പറയുക, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും എൻ്റെ വീഡിയോസൊക്കെ കാണുക. പിന്നെ കൈ പൊള്ളിയിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ വീഡിയോസൊക്കെ ഇപ്പോൾ എടുക്കാനും പറ്റുന്നില്ല. ആയൊരു ബുദ്ധിമുട്ടായി. അപ്പോൾ എല്ലാം മാറും, എല്ലാം നല്ല ഇനാണെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ വീണ്ടും വരും വരെ